നമ്മുടെ ഒരു വെറൈറ്റി വഴുതനങ്ങ ഡിഷാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ ഗ്ലോറിയസ് കിച്ചണിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്ന ഒരു വഴുതനങ്ങ വെച്ചുള്ളൊരു കറിയാണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇവിടെ ഞാനൊരു ഇത് പച്ച വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതാണ് നല്ലത്. അപ്പോൾ അത് നമുക്കൊന്ന് കീറി അതിൻ്റെ ഞെട്ടൊന്ന് കളഞ്ഞിട്ടൊരു മൂന്നായിട്ട് ഇങ്ങനെ നീളത്തെ തന്നെ ഒന്നങ്ങോട്ട് കീറി എടുത്ത് വയ്ക്കാം. നന്നായിട്ട് അങ്ങ് കീറാം. ബാക്കി അപ്പോൾ നമ്മളത് അരിഞ്ഞെടുത്ത് കീറി വെച്ചു. അപ്പോൾ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി. ഞാനിവിടെ പിരിയമുളകാണ് ഇടുന്നത്. പിരിയമുളക് പൊടി കുറച്ചിട്ട് കൊടുത്ത് ഇതൊന്ന് തിരുമ്മി വയ്ക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് തിരുമ്മി ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ ഒന്ന് റെസ്റ്റ് ചെയ്യുന്ന സമയത്തിന് നമ്മുടെ ഇന്നത്തെ ആത്മീയ ഭക്ഷണം എന്താണെന്ന് ചിന്തിക്കാം. 1 യോഹന്നാൻ 4:12 പ്രകാരം പറയുന്നു, പിതാവ് പുത്രനെ ലോക രക്ഷിതാവായിട്ട് അയച്ചിരിക്കുന്നു. ഈ ലോകത്തിൻ്റെ പാപങ്ങളെ, മനുഷ്യരുടെ സകല പാപങ്ങളും പോക്കുവാൻ വേണ്ടിയിട്ടാണ് കർത്താവായ യേശുക്രിസ്തു കൽവറി ക്രൂശിലെ യാഗമായി തീർന്നത്. ആ പിതാവ് തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് മനുഷ്യരെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. പാപത്തിലെ ജീവിക്കുന്ന മനുഷ്യർ പാപത്തിൽ നിന്ന് മോചനം നേടി കർത്താവിലേക്ക് തിരിഞ്ഞു വരുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഇന്നെന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചിട്ടില്ല എങ്കിൽ കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുവാൻ്റെ കോണം, പാപം ക്ഷമ ലഭിപ്പാൻ്റെ കോണം ഇങ്ങനെയുള്ളവരെ സഹായിക്കട്ടെ. ഇവിടെ ഞാനൊരു പാൻ അടുപ്പേ വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ വഴുതനങ്ങ ഇട്ട് കൊടുത്ത് അതിനെ നല്ലതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ വഴുതനങ്ങ ഒന്ന് വെന്തൊക്കെ വരുന്ന സമയം കൊണ്ട് നമുക്ക് ഞാനൊരു സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും 2-3 പച്ചമുളകും, ഇതുമൊക്കെ അവരവരുടെ ആവശ്യത്തിനിടുക. ഞാനൊരു 3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇതും കൂടെ ഒന്നിങ്ങി അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇത് മഞ്ഞ കടുകാണ്. കടുക്, കുറച്ച് കാഷ്യൂ, അതും കൂടെ ഇട്ട് ഇതും കൂടെ ഒന്നിങ്ങി അരച്ചെടുത്ത് വയ്ക്കാം. ഇപ്പോൾ വഴുതനങ്ങ 2 വശമൊക്കെ ഒന്ന് മറിച്ചിട്ടൊന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഉള്ളി, അത് ഒരുപാട് ഇങ്ങനെ വെണ്ണ പോലെ അരയണ്ട, ഉള്ളി ഒരു വിധം ആയിട്ട് അരിഞ്ഞ ഉള്ളി മുളകും കൂടെ അരച്ചതും കൂടെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ചെറിയ ടൊമാറ്റോ ആണ് ഇട്ട് കൊടുക്കുന്നത്. അതില്ലെങ്കിൽ മറ്റേ ടൊമാറ്റോ ഇട്ടാലും മതി. അതും കൂടെ ഇട്ട് കൊടുത്താൽ എല്ലാം കൂടെ ഒന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നട്ട്സും ആ പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കാം. ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ച് മിക്സി ഒന്ന് കഴുകി ആ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് ഇച്ചിരി നല്ല കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ മാത്രമായിട്ട് ഇത്തിരി നാരങ്ങ നീര്, ഒരുപാട് പുളിയാവരുത്, ചെറിയ ഒരിത്. ഇപ്പോൾ ഉപ്പും എല്ലാം പാകത്തിനായി ഞാൻ നോക്കി. അപ്പോൾ ഇനി അത് നമുക്ക് വാങ്ങി പാത്രത്തിലേക്കാക്കാം. അപ്പോൾ നമ്മുടെ നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു വഴുതനങ്ങ ഡിഷ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇനി വീണ്ടും നമ്മൾ കണ്ടുമുട്ടും വരെയും കർത്താവിൻ്റെ വിസ്താരമേറിയ ചെറുകരണ്ടിയിൽ നമ്മെ അവരെയും കാത്തു സൂക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി.